ഹായ് എവറി വൺ, വെൽക്കം ടു നീത്തോസ് ക്ലാസ് റൂം. 10ാം ക്ലാസ് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പാർട്സ് ഓഫ് എവല്യൂഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡാർവിനിസത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. ഡാർവിനിസം എന്നുള്ള തിയറിയിലേക്ക് ഡാർവിൻ എത്തിച്ചേരാനുണ്ടായ സാഹചര്യം എന്താണ്, അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന യാത്ര, അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ലാസ്റ്റ് നമ്മൾ ഡാർവിൻസ് ഫിഞ്ചസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ക്ലാസ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഡാർവിൻ ഫിഞ്ചസിന് എന്താണ് സംഭവിച്ചത്? ഗാലപ്പഗോസ് ഐലൻഡ്സിൽ പലതരത്തിലുള്ള ഡാർവിൻ ഫിഞ്ചസുകൾ ഉണ്ടായി. ആൻഡ് ഓരോ സ്ഥലത്തും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അവ ഓരോന്ന് വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് മാറി. അപ്പോൾ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് പല സ്പീഷീസുകളായിട്ട് ആ ഫിഞ്ചസ് മാറി. ആ പക്ഷികൾ വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് തിരിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പ്രോസസ്സ് നടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കൂ, ഈ സ്റ്റെപ്പുകളിൽ പറയുന്നത് ഡാർവിൻസ് എക്സ്പ്ലനേഷൻ ഓൺ ഹൗ ദീസ് ഫിഞ്ചസ് ലേറ്റർ ഗോട്ട് ഇവോൾവ്ഡ് ഇൻ ടു ന്യൂ സ്പീഷീസ്. അപ്പോൾ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് പല സ്പീഷീസുകളായിട്ട് ആ ഫിഞ്ചസ് മാറിയത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഓവർ പ്രൊഡക്ഷൻ. ഇത് ഫിഞ്ചസിൻ്റെ കാര്യം മാത്രമല്ല, നോർമലി ഈ നാച്ചുറൽ സെലക്ഷനിലൂടെ നാച്ചർ എങ്ങനെയാണ് ഒരു പുതിയ സ്പീഷീസിനെ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് എണ്ണത്തിനെ മാത്രം, കുറേ എണ്ണത്തിൽ നിന്ന് കുറച്ച് ഓർഗാനിസത്തിനെ മാത്രമായിട്ട് നേച്ചർ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റെപ്പുകളിലൂടെ പറയുന്നത്. സോ ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓവർ പ്രൊഡക്ഷൻ. ഓർഗാനിസംസ് പ്രൊഡ്യൂസ് മോർ ഓഫ് സ്പ്രിങ്സ് ദാൻ എൻവയോൺമെൻറ്റ് ക്യാൻ സപ്പോർട്ട്. ഇത് ഏതൊരു ഓർഗാനിസം ആണെങ്കിലും, അനിമൽസ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും എല്ലാം എന്ത് ചെയ്യുന്നു? കൂടുതൽ ഓഫ്സ്പ്രിങ്സുകളെ, അതായത് കൂടുതൽ കുഞ്ഞുങ്ങളെ, നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുമ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എണ്ണത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്ലാന്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ചുറ്റുവട്ടത്ത് ഇപ്പോൾ ഒരു ചെടി വിത്ത് ഉണ്ടാകുന്നു, അത് തെറിച്ച് വീണിട്ട് അടുത്ത ചെടികൾ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം. എക്സ്പ്ലോഷനിലൂടെ ഉണ്ടാവും എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സീഡ്സ് ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള സ്ഥലത്ത് വളരാൻ കഴിയുന്ന എണ്ണത്തിൽ കൂടുതൽ സീഡുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മളൊരു ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക് നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു വെണ്ട വലുതായി അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൽ എത്ര കുരുക്കളുണ്ടാവും? ഒരു വെണ്ടയുടെ ചോട്ടിൽ മാക്സിമം എത്ര എണ്ണത്തിന് വളരാൻ പറ്റും? ഒരു 3-4 എണ്ണത്തിനായിരിക്കും പുതിയതായിട്ട് ഉണ്ടാവാൻ പറ്റുക. പക്ഷേ ആ ഒരു സീഡിനകത്ത്, ആ ഒരു ലേഡീസ് ഫിംഗറിനകത്ത് അത്രയും 4 സീഡാണോ ഉണ്ടാവുക? ഒരു 100 സീഡെങ്കിലും ഉണ്ടാവും അല്ലേ? അതാണ് ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ എൻവയോൺമെൻറ്റിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ ഓഫ് സ്പ്രിങ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനാണ് ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ ഓവർ പ്രൊഡക്ഷൻ നടക്കുമ്പം എല്ലാം എന്താവില്ല? സെയിം ആയിരിക്കില്ല. അതായത് ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്ങുകളെല്ലാം സെയിം ആവില്ല. പകരം അവിടെ എന്തുണ്ടാവും? വേരിയേഷൻസ് ഉണ്ടാകും. ഓക്കെ, ഓർഗാനിസംസ് ഷോ ഡിഫറൻസസ് ഫ്രം ഈച്ച് അതർ ഇൻ മോസ്റ്റ് ഫീച്ചേഴ്സ് സച്ച് എസ് സൈസ്, ഇമ്മ്യൂണിറ്റി ആൻഡ് സീഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്ങുകളെല്ലാം വ്യത്യസ്ത തരത്തിലുള്ളതായിരിക്കും. വേരിയേഷൻസ് ഉണ്ടാകും, എല്ലാം ഒരേപോലെ ആവില്ല. ആൻഡ് ദീസ് വേരിയേഷൻസ് ക്യാൻ ബി ഫേവറബിൾ ഓർ ഹാംഫുൾ ടു ദ ഓർഗാനിസം. ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ എല്ലാ മനുഷ്യന്മാരും ഒരേപോലെയല്ലോ ആണോ? അല്ല, ഹൈറ്റ് കൂടിയ ആൾക്കാരുണ്ടാവും, കുറഞ്ഞ ആൾക്കാരുണ്ടാവും, വണ്ണം കൂടിയ ആൾക്കാർ, കുറഞ്ഞ ആൾക്കാർ, അങ്ങനെ പലതരത്തിലുള്ള വേരിയേഷൻ. അതേപോലെ ഓരോരുത്തരുടെയും ബുദ്ധി അല്ലേ, എല്ലാവർക്കും ഒരേ ഐക്യു അല്ല ഉണ്ടാവുക. ചിലർക്ക് ബുദ്ധി കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ടാവും, കുറഞ്ഞ ആൾക്കാരുണ്ടാവും അല്ലേ? പലതരത്തിലുള്ള, ഇനി ചില ഡിഫോർമാലിറ്റീസ് ഉള്ള, പ്രശ്നങ്ങളുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേരിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചെടിയാണെങ്കിലും അതിൻ്റെ സൈസിൽ, അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിൽ, അതേപോലെ അതിൻ്റെ സീഡ് എത്ര മാത്രം റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി, അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ജീവികളാണ് ഓരോ ജീവിയും ഓഫ്സ്പ്രിങ്ങുകളായിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതാണ് വേരിയേഷൻസിലൂടെ പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവുന്നത്? നെക്സ്റ്റ് നോക്കൂ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അപ്പോൾ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു അല്ലേ? അതായത് ഒരു എൻവയോൺമെൻറ്റിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ ഓഫ്സ്പ്രിങ്ങുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടാവും? എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടൊരു സ്ട്രഗിൾ ഉണ്ടാവും. അതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവരും ഫൈറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ചെടിയുടെ, ഈ നമ്മൾ ലേഡീസ് ഫിംഗറിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ആ സീഡ്സ് എല്ലാം അതിൻ്റെ ചുറ്റും വീണു, എന്നിട്ട് അതെല്ലാം മുളച്ചു വരുന്നു. അപ്പോൾ ആ മുളയ്ക്കുന്ന ചെടി എന്തിനൊക്കെ വേണ്ടി ഫൈറ്റ് ചെയ്യും? വെള്ളത്തിന് വേണ്ടി, ന്യൂട്രീഷന് വേണ്ടി ഒക്കെ ഈ മണ്ണിൽ നിന്ന് ഇത് ആർക്കാണോ മാക്സിമം നന്നായിട്ട് അതൊക്കെ വലിച്ചെടുത്ത്
എടുത്ത് നന്നായി വളരാൻ കഴിയുന്നത് അവരെന്ത് ചെയ്യും, സർവൈവ് ചെയ്യും. അല്ലാത്ത ചെടികൾ നശിച്ചു പോകും. അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. കുറേ സീഡുകൾ വീണാലും കുറച്ചെണ്ണം അതിൽ നിന്ന് മുളച്ച് വലുതായി വരും, മറ്റത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇല്ലാണ്ടായി പോവും. സോ അതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ പറയുന്നത്. ലിമിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിങ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് മെയ്റ്റ്സ് വിൽ ലീഡ് ടു കോമ്പറ്റീഷൻ എമംഗ് ഓർഗാനിസംസ്. അപ്പോൾ ജീവികൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഫുഡിന്, ഷെൽട്ടറിന്, മേറ്റ്സിന്, ഇണയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒക്കെ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവും. അനിമൽസിൻ്റെ കേസിലൊക്കെ കണ്ടിട്ടില്ലേ? അതായത് അവർ ഫൈറ്റ് ചെയ്തിട്ടാണ് അവരുടെ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുന്നത്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളത്? എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളാണ് അവിടെ നടക്കുന്നത്. സോ അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അവിടെ ഏറ്റവും പവറുള്ള ആൾ, ഏറ്റവും ആ സാഹചര്യത്തിന് ഏറ്റവും ഫിറ്റായിട്ടുള്ള ആൾ എന്ത് ചെയ്യും? അവിടെ സർവൈവ് ചെയ്യും. ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻ സർവൈവ് ഇൻ ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഇനി ആ ഫിറ്റായിരിക്കുക എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല വേരിയേഷൻ ആർക്കാണോ അവർ സർവൈവ് ചെയ്യും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഇപ്പോൾ ലേഡീസ് ഫിംഗറിൻ്റെ തന്നെയാണെങ്കിൽ ഏത് ചെടിക്കാണോ നന്നായിട്ട് വെള്ളവും വളമൊക്കെ വലിച്ചെടുക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഏത് ചെടിക്കാണോ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരുന്നത്, ആ ചെടിയാണ് അവിടെ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഫിറ്റായിട്ടുള്ള ആൾ, ഏത് ചെടിക്കാണോ അവിടെ ആ ഒരു വേരിയേഷൻ, ആ ഒരു ഗുണങ്ങളുള്ള വേരിയേഷനുള്ള ചെടി ഏതാണോ ആ ചെടിയാണ് അവിടെ സർവൈവ് ചെയ്യുന്നത്. നമ്മൾ ജിറാഫിൻ്റെ കേസ് പറഞ്ഞതുപോലെ നീളം കൂടിയ കഴുത്തുള്ള ജിറാഫിന് കിട്ടി? ഭക്ഷണം കിട്ടി. സോ അവർ സർവൈവ് ചെയ്തു. ആ എക്സാമ്പിൾ നമ്മൾ അടുത്തത് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ. ദെൻ അങ്ങനെ സർവൈവ് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യും? റീപ്രൊഡ്യൂസ് മോർ എഫക്റ്റീവ്ലി ആൻഡ് ക്രിയേറ്റ് ന്യൂ ജനറേഷൻസ്. അങ്ങനെ സർവൈവ് ചെയ്ത ആൾക്കാരാണ് പുതിയൊരു ജനറേഷൻ ഉണ്ടാക്കുന്നത്. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഗുണമുള്ള വേരിയേഷൻ, ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ ഗുണമുള്ള വേരിയേഷൻസ് ഉള്ള ജീവികളാണ് അവിടെ സർവൈവ് ചെയ്തത്, അവരാണ് അവിടെ റീപ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവിടെ എന്തുണ്ടാകും? ആ ഒരു ഫേവറബിൾ വേരിയേഷൻസ് ആർ പാസ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അങ്ങനെ കുറേ സമയത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പം അതെന്ത് ചെയ്യും? കുറേ വേരിയേഷൻസ് വന്ന ഓർഗാനിസംസിന് മറ്റേ ഓർഗാനിസമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അതായത് ഇപ്പോൾ നമ്മൾ ഡാർവിൻസ് ഫിഞ്ചസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കോമൺ ആൻസിസ്റ്ററാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവർ വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് ജീവിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഒരു ഐലൻഡിൽ ജീവിക്കുന്ന, ഒരു ദ്വീപിൽ ജീവിക്കുന്ന പക്ഷിക്ക് എന്താണ് കിട്ടിയത്? സീഡുകളാണ് ഭക്ഷണമായിട്ട് കിട്ടിയത്. മറ്റേ ഒന്നിന് പ്രാണികളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ ആ സീഡിനെ കൊത്തി തിന്നാൻ കഴിവുള്ള തരത്തിലുള്ള കൊക്കുകളുള്ള പക്ഷികൾ അവിടെ ജീവിച്ചു. അവരവിടെ രക്ഷപ്പെട്ട് വളർന്നു വന്നു. മറ്റേ ദ്വീപിലാണെങ്കിലോ പ്രാണികളെ കൊത്തി തിന്നാൻ കഴിവുള്ള ആ സൈസ് കൊക്കുള്ള പക്ഷികളൊക്കെ അവിടെ സർവൈവ് ചെയ്തു. അവരവിടെ വളർന്നു. അവർ ആ ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു സ്പീഷീസായിട്ട് അവിടെ പതുക്കെ മാറിക്കൊണ്ടിരുന്നു. ഇനി ഇങ്ങനെ ഈ ഒരു വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് രണ്ടും വ്യത്യസ്തമായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവർക്ക് ഇനി ഒരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റാതെ വരും. കുറേ അക്യുമുലേഷൻ, കുറേ വേരിയേഷൻ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അതൊരു ജെനറ്റിക് ചേഞ്ച് ആയിട്ട് മാറും. അപ്പോൾ അവരുടെ ജെനറ്റിക്കലി തന്നെ ഡിഫറൻസ് ആയിട്ട് വരും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പോഴാണ് നമ്മൾ അതിനെ വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് കണക്കാക്കുന്നത്. അതായത് ഒരു സ്പീഷീസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ, അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആ ഇൻഡിവിജ്വലിന് ഇപ്പോൾ ഒരു പയറ് ചെടിയാണെങ്കിൽ ആ പയറ് ചെടിയിൽ തന്നെ പല സ്പീഷീസുകളുണ്ട്. ആ പയറ് ചെടി, ആ സ്പീഷീസിലുള്ള പയറ് ചെടിക്ക് അതിലുള്ള മറ്റൊരു ചെടിയുമായി മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു പയറാണെങ്കിൽ പോലും അവിടെ എന്ത് നടക്കില്ല? റീപ്രൊഡക്ഷൻ നടക്കില്ല. അപ്പോഴാണ് അതിനെ നമ്മൾ വ്യത്യസ്ത സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓരോ സ്പീഷീസായിട്ട് ഇവോൾവ് ചെയ്ത് വരുന്നത്. ദേ ഇവോൾവ് ആസ് ന്യൂ സ്പീഷീസ്. അപ്പോൾ ഈ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് പല രീതിയിൽ ചോദിച്ചാൽ നമുക്കിത് ആൻസറായിട്ട് എഴുതാം. അതായത് ഇപ്പോൾ എങ്ങനെയാണ് പുതിയ സ്പീഷീസുകൾ എങ്ങനെയാണ് ഉണ്ടാവണമെന്നുള്ള എക്സ്പ്ലനേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എങ്ങനെയാണ് നടക്കണം, എന്താണ് നാച്ചുറൽ സെലക്ഷൻ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ പോയിന്റുകളെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ദെൻ
A plant produces hundreds of seeds, however, only a few among them attain complete maturity. നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലാന്റ് എന്ത് ചെയ്യും, ഹൺഡ്രഡ്സ് ഓഫ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ വളരെ കുറച്ച് എണ്ണം മാത്രമാണ് കംപ്ലീറ്റ് മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നുള്ളൂ. സോ അതെന്താണ് അവിടെ കാണിക്കുന്നത്, വേരിയേഷനും അതേപോലെ തന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റും ആണ് നമ്മൾ കാണുന്നത്. ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, അതൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. ദെൻ വാട്ട് വുഡ് ബി ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് മൈറ്റ് ലീഡ് ടു എ ന്യൂ പ്ലാന്റ് സ്പീഷീസ് ടു ഇവോൾവ് ഫ്രം ദിസ് പ്ലാന്റ് ആഫ്റ്റർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പം ഈ ചെടിയിൽ നിന്ന് തന്നെ പുതിയൊരു സ്പീഷീസ് ഉണ്ടാവാനുള്ള ചാൻസ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കതിൽ പല ഫാക്ടേഴ്സും നമുക്ക് പറയാം. ഇപ്പം എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, അതേപോലെ ജോഗ്രഫിക്കൽ ആയിട്ടുണ്ടാകുന്ന ഐസൊലേഷൻ, അതായത് വേറൊരു സ്ഥലത്തേക്ക് അവിടെ ഉണ്ടാകുന്നത്, അതേപോലെ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും പുതിയൊരു സ്പീഷീസ് ഉണ്ടായി വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത്. എന്താണ് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത്? എവല്യൂഷനെയാണ് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്ന് പറയുന്നത്. അതായത് ഭൂമിയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഷോ ആയിട്ടാണ് എവല്യൂഷനെ നമ്മൾ കണക്കാക്കുന്നത്. ഇതിൽ പറയുന്നത് നമ്മുടെ ഡാർവിൻ്റെ കണ്ടെത്തലുകളെക്കുറിച്ച് 2 സയൻറ്റിസ്റ്റുകൾ വീണ്ടും നടത്തിയ സ്റ്റഡീസിനെ കുറിച്ചാണ് പറയുന്നത്. റോസ്മേരി ആൻഡ് പീറ്റർ ഗ്രാൻഡ്. അവർ ഗാലപ്പഗോസ് ഐലൻഡ്സിലെ ഫിഞ്ചസിനെ കുറിച്ച് വീണ്ടും പഠിച്ചു, ഈ ഒരു ടൈം ഗ്യാപ്പിൽ പഠിച്ചു. ആൻഡ് അവർ മനസ്സിലാക്കി ആ ഫിഞ്ചസിൻ്റെ ബീക്കിൻ്റെ പ്രത്യേകതകൾ വരുന്നത് അതിൻ്റെ ജെനറ്റിക് ചേഞ്ച് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി. അതിന് കാരണമായിട്ടുള്ളത് എക്കോളജിക്കൽ സ്ട്രെസ്സും അതേപോലെ സച്ചസ് ഡ്രൗട്ട്, ഫുഡ് അവൈലബിലിറ്റിയിലുണ്ടായ ചേഞ്ച്, അതൊക്കെയാണ്. അപ്പോൾ അവർ DNA സീക്വൻസിങ്, DNA കുറിച്ചൊക്കെ പഠിച്ചു, അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചു വന്നപ്പം ബീക്കിൻ്റെ ഡെപ്തും സ്ട്രെങ്ത്തും നോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കോഡ് ചെയ്യുന്നത് ഈ ഒരു ജീനാണ്, BMP4 ജീനാണ്. അതേപോലെ ഷേപ്പിനെ കോഡ് ചെയ്യുന്നത് ഈ ഒരു ജീനാണ്, ALX7 ജീനാണ്. അപ്പോൾ ഇങ്ങനെ കുറേ നാളെ കൊണ്ട് കുറേ തലമുറകളായിട്ട് ഈ ഒരു വേരിയേഷൻ ഇങ്ങനെ സംഭവിക്കുമ്പം അവരെന്തായിട്ട് മാറുന്നു, ഈ വേരിയേഷൻ ഇങ്ങനെ കൂടി വന്നിട്ട് ഓരോന്നും എന്തായിട്ട് മാറി, ഓരോ എക്കോളജിക്കൽ നിഷസിലും അല്ലെങ്കിൽ ഒരു എക്കോളജിക്കൽ സിറ്റുവേഷനിൽ ജീവിക്കുന്നത് പുതിയൊരു സ്പീഷീസായിട്ട് മാറി. അങ്ങനെ ആ ഒരു ജനറ്റിക് വേരിയേഷനാണ് അതിന് കാരണമായതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്തായിരുന്നു, ഡാർവിൻ്റെ തിയറിക്കുള്ള ഒരു എവിഡൻസ് ആയിട്ട് മാറി. അതായത് ഇവർ കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള ജെനറ്റിക് അല്ലെങ്കിൽ അനാട്ടമി, മോളിക്കുലാർ ബയോളജി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് ഈ പറയുന്നത്. അപ്പോൾ അതും എന്തിനായി, ഡാർവിൻ്റെ തിയറിക്ക് ഒരു എവിഡൻസ് ആയി, അതിനൊരു തെളിവായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് ഇത് മാറി. സോ എവല്യൂഷൻ ഈസ് കോൾഡ് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത്. ഓക്കെ, ദെൻ സോ നമ്മൾ വീണ്ടും ജിറാഫിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, ലാമാർക്കിസത്തിലാണ് നമ്മൾ ജിറാഫിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്, പക്ഷേ അത് പിന്നീട് ശരിയല്ല എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡാർവിനിസം വെച്ചിട്ട് എങ്ങനെ ഈ ജിറാഫിൻ്റെ കഴുത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കമ്പാരിസൺ പോലെ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ലാമാർക്കിസവും ഡാർവിനിസവും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ നമ്മളിപ്പോൾ ഡാർവിനിസത്തിൻ്റെ സ്റ്റെപ്പുകൾ പഠിച്ചു, അല്ലെങ്കിൽ ആ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകൾ പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് ജിറാഫിന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അപ്പോൾ ലാമാർക്ക് എന്താ പറഞ്ഞത്, ജിറാഫിന് പണ്ട് എല്ലാ ജിറാഫുകൾക്കും ഷോർട്ട് നെക്കായിരുന്നു എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. പക്ഷെ ശരിക്കും എന്താണുള്ളത്, പല ലെങ്ത്തുള്ള നെക്കുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു. ജിറാഫ്സ് വിത്ത് നെക്സ് ഓഫ് വേരിയിങ് ലെങ്ത്ത്. നമ്മൾ വേരിയേഷൻസ് ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ ചില ജിറാഫുകളുടെ കഴുത്തിന് നീളം കൂടുതലായിരുന്നു, ചിലതിന് കുറവായിരുന്നു. അപ്പോൾ മനുഷ്യന്മാരിൽ ഹൈറ്റ് കൂടുതലും കുറവുള്ള ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നീളം കൂടിയ കഴുത്തുള്ള ജിറാഫ് ഉണ്ടായിരുന്നു, നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫും ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെയോ അവിടെ ഒരു സ്ട്രെസ്സ് വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റൽ പ്രോബ്ലം വന്നപ്പം എന്തുണ്ടായി, താഴെ ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ ലാമാർക്ക് എന്താ പറഞ്ഞത്, ജിറാഫ് കഴുത്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു. അങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് നീളം കൂടി എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. ബട്ട് ആക്ച്വലി എന്താ സംഭവിച്ചത്, ഓൺലി ദ ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്ക് സർവൈവ്ഡ് ഇൻ ദ കോമ്പറ്റീഷൻ ഫോർ ഫുഡ്. അവിടെ സ്ട്രഗിൾ ഫോർ സർവൈവൽ സംഭവിച്ചു. അങ്ങനെ സ്ട്രഗിൾ സംഭവിച്ചപ്പം നീളം കൂടിയ കഴുത്തുള്ള ജിറാഫിന് ഭക്ഷണം കിട്ടി, നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫിന് ഭക്ഷണം കിട്ടിയില്ല. അങ്ങനെ അവർ നശിച്ചു പോവുകയാണ് ചെയ്തത്. നീളം കൂടിയ കഴുത്തുള്ള ജിറാഫ് മാത്രം സർവൈവ് ചെയ്തു. സോ വാട്ട് ഹാപ്പൻഡ്, ലാമാർക്ക് പറഞ്ഞത്
ബൈ കണ്ടിന്യൂസ് യൂസ് ഓഫ് ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്സ് എമർജ്ഡ് എന്നാണ് പറഞ്ഞത്. ലാമാർക്ക് പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ശരീരഭാഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ശരീരഭാഗത്തിന് മോഡിഫിക്കേഷൻ വരുമെന്നാണ് പറഞ്ഞത്. ബട്ട് ആക്ച്വലി എന്താ സംഭവിച്ചത്, നീളം കൂടിയ ജിറാഫാണ് സർവൈവ് ചെയ്തത്, അവരാണ് റീപ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് അവരെന്തായിട്ട് മാറി, പുതിയൊരു സ്പീഷീസായിട്ട് മാറുകയാണ് ചെയ്തത്. ഓൺലി ദ ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്ക് സർവൈവ്ഡ് ആൻഡ് ബിക്കം ന്യൂ സ്പീഷീസ്. ലോങ്ങർ നെക്ക് ഉള്ളത് മാത്രം സർവൈവ് ചെയ്തു, അവർ റീപ്രൊഡ്യൂസ് ചെയ്തു. അതങ്ങനെ ആ ഒരു ജനറ്റിക് ചേഞ്ചിനെ മാത്രം അടുത്ത ജനറേഷനിലേക്ക് കൊടുത്തത് കൊണ്ട് അതെന്തായിട്ട് മാറി, പുതിയൊരു സ്പീഷീസായിട്ട് മാറി. അപ്പോൾ ലാമാർക്ക് പറഞ്ഞത് എൻവയോൺമെൻറ്റൽ കോസസ് വേരിയേഷൻ ഇൻ ഓർഗാനിസംസ് എന്നാണ് ലാമാർക്ക് പറഞ്ഞത്. ഡാർവിൻ പറഞ്ഞത് എന്താണ്, എൻവയോൺമെൻറ്റ് സെലക്ട്സ് ദ ഫേവറബിൾ വേരിയേഷൻ ഇൻ ഓർഗാനിസം. ലാമാർക്ക് പറഞ്ഞത് എൻവയോൺമെൻ്റ് ആണ് വേരിയേഷന് കാരണമാകുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഡാർവിൻ എന്താ പറഞ്ഞത്, വേരിയേഷൻസ് ഓൾറെഡി ഉണ്ട്, എൻവയോൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറിക്ക് നാച്ചുറൽ സെലക്ഷൻ, നേച്ചർ സെലക്ട് ചെയ്യാണ്, ആ കണ്ടീഷന് സ്യൂട്ടബിൾ ആയതിനെ നേച്ചർ സെലക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് നാച്ചുറൽ സെലക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലാമാർക്കിസും ഡാർവിൻസും തമ്മിലൊരു കമ്പാരിസൺ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ജിറാഫിൻ്റെ കേസ് എടുക്കാം. ബട്ട് അതിൻ്റെ ഒരു പോയിന്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയൊരു നോട്ട് ഞാൻ കാണിക്കാം. സോ അങ്ങനെ ഒരു കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു അല്ലെങ്കിൽ ഒരൊറ്റ സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പോയിൻ്റ് ആയിട്ട് എഴുതാനാണെങ്കിൽ ഈ പോയിൻറ്റ്സ് എഴുതിയാൽ മതി. Lamarckism suggests that acquired characteristics during an organism's lifetime can be inherited. ലാമാർക്കിസ് എന്താണ് പറയുന്നത്, ഒരു ജീവിയുടെ ലൈഫ് ടൈമിൽ ഉണ്ടാകുന്ന ക്യാരക്ടറിനെ അടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ലാമാർക്ക് പറഞ്ഞത്. പക്ഷേ ഡാർവിനിസം പറയണത് എന്താണ്, specifically through natural selection proposes that advantageous traits that are naturally variable within a population are passed on to the offspring leading to എവല്യൂഷണറി ചേഞ്ച്. ഡാർവിനിസത്തിൽ പറയുന്നത് എന്താണ്, നാച്ചുറൽ സെലക്ഷനിലൂടെ ഓൾറെഡി ഉള്ള വേരിയേഷൻസിൽ നിന്ന് നാച്ചുറൽ സെലക്ഷനിലൂടെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്, ഉപകാരപ്രദമായത് മാത്രം അടുത്ത ജനറേഷനിലേക്ക് പോകുന്നു. അതെന്തിന് കാരണമാകുന്നു, എവല്യൂഷന് കാരണമാകുന്നു എന്നാണ് ഡാർവിനിസത്തിൽ പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ആൻസറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലാമാർക്കിസത്തിൻ്റെയും ഡാർവിനിസത്തിൻ്റെയും നോട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ടായ ഫോമും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് എഴുതിയാൽ മതി. എക്സാമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ പറഞ്ഞ് നമ്മുടെ ജിറാഫിൻ്റെ കേസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടും പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഡാർവിനിസത്തിൻ്റെയും ലാമാർക്കിസത്തിൻ്റെയും നോട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിലുണ്ട്. അതിൽ ഷോർട്ടായിട്ടുള്ളത് ആ ഭാഗം ആയിട്ട് മാത്രം എടുക്കാം. വിത്ത് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ലാമാർക്കിസത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഡ്രോബാക്സ് പറഞ്ഞു, ഡാർവിനിസം അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇനി ഈ ഡാർവിനിസത്തിന് ഇതേപോലെ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടായിരുന്നോ, അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. നിയോ ഡാർവിനിസം. ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു criticism because Charles Darwin had no idea about the genetic basis of variation and inheritance. അപ്പോൾ ഡാർവിൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും ഈ ഇൻഹെറിറ്റൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ജനറ്റിക് വേരിയേഷൻസ് എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ കാലത്ത് ജനറ്റിക്സ് ഒന്നും അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസോ DNA സ്ട്രക്ചർ അതിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത്, റീപ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും അന്ന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ എന്താ സംഭവിക്കണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡാർവിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിത്ത് ദ ഡിസ്കവറീസ് ഓഫ് ഗ്രിഗർ മെൻഡൽ ആൻഡ് ദ കൺസെപ്റ്റ്സ് അബൌട്ട് ക്രോമസോംസ് ആൻഡ് ജീൻസ് ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ദാറ്റ് ദ കോസസ് ഓഫ് വേരിയേഷൻ ദാറ്റ് ലെഡ് ടു എവല്യൂഷൻ വേർ ജനറ്റിക് ചേഞ്ചസ്, ജനറ്റിക് റീകോമ്പിനേഷൻ ഡ്യൂറിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ജീൻ ഫ്ലോ. അപ്പോൾ ഇതിനൊക്കെ ശേഷമാണ് മെൻഡലിൻ്റെ സ്റ്റഡീസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു. ആ സ്റ്റഡീസൊക്കെ വന്നതും ജീൻസിനെ കുറിച്ചും ജനറ്റിക് ചേഞ്ചസ് എങ്ങനെയാണ് ജീൻ ഒരു ജനറേഷനിൽ നിന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി അടുത്ത ഒരു ജനറേഷനിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അങ്ങനത്തെ സ്റ്റഡീസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ്
ഈ ഡാർവിനിസത്തിൽ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് സയൻറ്റിസ്റ്റ് ചിന്തിക്കാൻ തുടങ്ങിയത്. ലേറ്റർ ഡാർവിനിസം ബിക്കെയിം അൺക്രിട്ടിക്കലി റാഷണലൈസ്ഡ് ആസ് മോർ എവിഡൻസസ് ആൻഡ് ഫർദർ സ്റ്റഡീസ് ഫ്രം ദ ഫീൽഡ്സ് ഓഫ് പോപ്പുലേഷൻ ജെനറ്റിക്സ്, പാലിയൻറ്റോളജി, എൻവയോൺമെൻറ്റൽ സയൻസ് എക്സെട്ര were added to Darwinism to form Neo-Darwinism. അപ്പോൾ പിന്നീട് ഈ മേഖലകളിൽ നിന്നൊക്കെയുള്ള സ്റ്റഡീസ് വന്നപ്പം പോപ്പുലേഷൻ ജെനറ്റിക്സ് ആണെങ്കിലും പാലിയൻറ്റോളജി ആണെങ്കിലും എൻവയോൺമെൻറ്റൽ സയൻസ് ആണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെയുള്ള സ്റ്റഡീസ് വന്നപ്പോൾ അതൊക്കെ എന്ത് കൊടുത്തു, ഈ ഡാർവിൻ പറഞ്ഞ കാര്യത്തിനുള്ള ഒരു എവിഡൻസുകൾ കൊടുത്തു. അങ്ങനെ ഡാർവിൻ്റെ തിയറി കുറച്ചും കൂടി ആക്സെപ്റ്റബിളായി. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, നിയോ ഡാർവിനിസം. അതായത് ഡാർവിൻ്റെ തിയറി ഒന്നും കൂടി നവീകരിച്ച് പുതിയൊരു രൂപത്തിൽ അവതരിപ്പിച്ചു. അതാണ് നിയോ ഡാർവിനിസം. ഓക്കെ, സോ അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചേഴ്സ് അവരുടെ സ്റ്റഡീസ് നടത്തി. മെനി മോഡേൺ സയൻറ്റിസ്റ്റ് ആർ ബീയിങ് കണ്ടക്റ്റഡ് റിലേറ്റഡ് ടു എവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ മേക്സ് യൂസസ് ഓഫ് ദ ഐഡിയാസ് ഓഫ് എവല്യൂഷൻ ഇൻ ഹെൽത്ത് കെയർ. അപ്പോൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ആ ഒരു ഇതിൽ ബേസ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ക്ലിനിക്കൽ മെഡിസിനിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ ബാക്ടീരിയയ്ക്കും വൈറസിനും ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചേഞ്ചസ് വരുന്നത്, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പേഴ്സണലൈസ്ഡ് മെഡിസിൻസ് ഉണ്ടാക്കാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ഒരു ഫാമിലിയുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു ഫാമിലിയുടെ അവരുടെ ഇൻഹെറിറ്റൻസ് എന്താണ്, അവരുടെ പാരമ്പര്യങ്ങൾ എന്താണ്, അവരുടെ ജീൻസ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ബേസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചികിത്സ ചെയ്യണത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റഡീസും അതുപോലെ എവല്യൂഷണറി സ്റ്റഡീസും ഒക്കെ സയൻറ്റിസ്റ്റുകളും മെഡിക്കൽ ഫീൽഡും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. ഇനി അടുത്തത് നോക്കൂ, ഇതൊരു എവല്യൂഷണറി ട്രീ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലുള്ള ഓർഗാനിസംസിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് നടന്നതെന്നുള്ളത് ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, ഒരു ഇലിസ്ട്രേഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ നോക്കൂ, ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഈ ഭാഗത്തിനെയാണ് നോക്കൂ LUCA, ലൂക്ക എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. അതെന്താണെന്നുള്ളത് ഇതിൻ്റെ താഴെയുള്ള പാരഗ്രാഫിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ, അതായത് ഇപ്പോൾ ഭൂമിയിൽ നിലവിലുള്ള എല്ലാ തരത്തിലുള്ള ജീവികളുടെയും ഒരു കോമൺ ആയിട്ടുള്ള തുടക്കം എവിടെ നിന്നാണ്, അതാണ് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് പിന്നീട് ഓരോ ഭാഗങ്ങളായിട്ട് വേർതിരിഞ്ഞ് എവല്യൂഷൻ സംഭവിച്ച് പോകുന്നു. അങ്ങനെ പലതരത്തിലുള്ള ജീവികൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ റെഡ് ഡോട്ടായിട്ട് കാണിക്കുന്നതൊക്കെ MRCA, അതായത് മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാക്ടീരിയനെ നമുക്കിവിടെ കാണുന്നുണ്ട്. ആൻഡ് ആർക്കി ബാക്ടീരിയ, അത് വേറൊരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ഇവർ രണ്ടുപേരുടെയും ഒരു മോസ്റ്റ് റീസെൻറ്റ്, അതായത് അവരുടെ രണ്ടുപേരുടെയും തൊട്ട് മുമ്പുള്ള ഒരു കോമൺ ആൻസിസ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കിതാ ഇവിടെ പറയാം അല്ലേ. അതേപോലെ ഇപ്പോൾ ആർക്കി ബാക്ടീരിയയും അതേപോലെ പ്രോട്ടിസ്റ്റയും തമ്മിലുള്ള ഒരു കോമൺ ആൻസിസ്റ്റർ, ഏറ്റവും അടുത്ത് വരുന്ന ഒരു കോമൺ ആൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണത്, അത് ഈ യൂക്കാരിയാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഏറ്റവും തൊട്ടടുത്ത് അവരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് എവിടെയായിരുന്നോ, അല്ലെങ്കിൽ അവർ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് എവിടെയാണോ, അതാണ് മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് നോക്കൂ, ആർക്കെ ആൻഡ് യൂക്കാരിയ ഷെയർ എ കോമൺ ആൻസിസ്റ്റർ ദാറ്റ് ബാക്ടീരിയ ഡു നോട്ട്. ആർക്കെ എന്ന് പറയുമ്പോൾ അതിൽ ഈ ഒരു ഗ്രൂപ്പ് മൊത്തം വരും. അവരൊക്കെ ഉണ്ടായിരിക്കുന്ന അവരുടെയൊക്കെ എവല്യൂഷണറി ആൻസിസ്റ്ററിൽ വരുന്നതാണ് ഈ യൂക്കാരിയ എന്ന് പറയുന്നത്. അതൊരു കോമൺ ഇതാണ്. അപ്പോൾ ഈ യൂക്കാരിയും അതുപോലെ ആർക്കെയും തമ്മിലൊരു കോമൺ ആൻസിസ്റ്റർ ഇവിടെ വരുന്നുണ്ട്. ഒരു MRCA ഇവിടെ ഉണ്ട്. പക്ഷേ ബാക്ടീരിയയ്ക്ക് എന്തില്ല, അത് ഇല്ല. അവർ അതിന് മുമ്പുള്ള ഒരു എവല്യൂഷണറി സ്റ്റേജിലാണ് അവർ ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പോൾ യൂക്കാരിയയും ആർക്കിയും തമ്മിൽ കുറച്ചും കൂടി കണക്ഷൻ കൂടുതലുണ്ട്. ബാക്ടീരിയ അതിന് മുമ്പ് തന്നെ വേറൊരു ഡിവിഷനായിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നു. അതേപോലെ പ്രോട്ടിസ്റ്റ, പ്ലാന്റ്സ്, ഫംഗൈ ആൻഡ് അനിമൽസ് ഒറിജിനേറ്റ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ. പ്രോട്ടിസ്റ്റ ആണെങ്കിലും പ്ലാന്റ്സും ഫംഗസും അനിമൽസിനും എല്ലാവർക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. അവരെല്ലാം ഉണ്ടായി വന്നത് ഒരു
കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ്. അത് നമുക്ക് ഈ ഒരു എവല്യൂഷണറി ട്രീന്ന് മനസ്സിലാക്കാം. So, biodiversity on Earth originated through a process called speciation, in which new species arise from a common ancestor. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, ഇത്രയും പല തരത്തിലുള്ള ജീവികളും അനിമൽസ് ഭൂമിയിൽ ഉണ്ടാവാൻ കാരണം ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇവിടുന്ന് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ്. ആദ്യം ലൈഫ് ഭൂമിയിലുണ്ടായപ്പോൾ ഒരു ജീവനല്ലേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, അതിൽ നിന്നല്ലേ ഇത്രയും ജീവനുള്ള വസ്തുക്കൾ നമ്മുടെ ഭൂമിയിലുണ്ടായത്. അപ്പോൾ അവിടെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടാവും, അതിൽ നിന്ന് പല പല സ്പീഷീസുകൾ ഉണ്ടായി വരുന്നു. എങ്ങനെയാണ് സ്പീഷീസ് ഉണ്ടാവാമെന്നിപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ആ ഒരു പ്രോസസ്സ് ഒരുപാട് തവണ കണ്ടിന്യൂസ് ആയി നടന്നിട്ടാണ് ഇത്രയും സ്പീഷീസുകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായി വന്നത്. ഇറ്റ് ഈസ് thought that all species have descended from a last universal common ancestor and different species might have a most recent common ancestor. അപ്പോൾ നമ്മൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്, ഈ ഭൂമിയിലുള്ള എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും ലാസ്റ്റ് ഒരു യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ ഈ വേരിയേഷൻസ് വരാൻ തുടങ്ങിയത്. അതേപോലെ ഇപ്പോൾ ഉള്ള പലതരത്തിലുള്ള ജീവികൾക്കും എന്തുണ്ട്, അതിൻ്റെ കുറച്ച് മുമ്പ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മങ്കിക്കും മനുഷ്യനും നമ്മൾ വേറെ വേറെ സ്പീഷീസാണ്, പക്ഷെ നമ്മൾക്കൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലേ. എവിടെയോ ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ് രണ്ടുപേരും രണ്ട് വഴിക്ക് സ്പീഷീസായി മാറി അങ്ങനെ വീണ്ടും വീണ്ടും മാറ്റങ്ങൾ വന്നിട്ടാണ് ഇന്നത്തെ മനുഷ്യനും ഇന്നത്തെ മങ്കിയായിട്ട് മാറിയത്. അപ്പോൾ അതിന് മുമ്പ് ഇതേപോലെ പല പല ബ്രാഞ്ച് ആകുന്നതിന് മുമ്പ് നമുക്കൊരു കോമൺ ആൻസിസ്റ്റർ എവിടെയോ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ MRCA എന്ന് പറയുന്നത്. മറ്റത് ലൂക്ക, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. അപ്പം അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പീഷിയേഷനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു സ്പീഷീസ് എങ്ങനെ ഉണ്ടായി വരുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ്, അത് പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കാം. Although members of a population can produce offsprings with differences through reproduction, they remain as a single species. അപ്പോൾ ഒരു സ്പീഷീസിൽ ഉണ്ടാകുന്ന മെമ്പേഴ്സ്, ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യം എടുത്താൽ പലതരത്തിലുള്ള മനുഷ്യന്മാർ ഉണ്ടെങ്കിലും അവരൊക്കെ ഒരു സ്പീഷീസാണ്. ഹ്യൂമൻ ബീയിങ്സിൻ സെയിം സ്പീഷീസിലാണ് വരുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മൾ ജിറാഫിൻ്റെ കാര്യം പറഞ്ഞു ജിറാഫ് ഒരു സ്പീഷീസ് ആണെങ്കിലും അതിൽ എങ്ങനെയുണ്ടായിരുന്നു, ഹൈറ്റ് കൂടിയതും ഹൈറ്റ് കുറഞ്ഞതും ഇതേപോലെ പല പല വ്യത്യാസങ്ങളുള്ള ജീവികളുണ്ടാവും. എല്ലാ ജീവികളിലും ഒരു സ്പീഷീസ് ആണെങ്കിലും അവയ്ക്ക് എന്തുണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ അവരൊക്കെ ഒരു സ്പീഷീസാണ്, അവർക്കൊക്കെ പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. Then, if the members of a population get isolated from each other by ecological or other factors, എന്തെങ്കിലും കാരണവശാൽ ഒരു സ്പീഷീസിലുള്ള ജീവികൾ ഐസൊലേറ്റഡ് ആവുകയാണ്, അതായത് മറ്റൊന്നുമായിട്ടൊരു കണക്ഷൻ ഇല്ലാതെ വരികയാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. മ്യൂട്ടേഷൻ കാരണം, നാച്ചുറൽ സെലക്ഷൻ കാരണം, അല്ലെങ്കിൽ ജനറ്റിക് റീകോമ്പിനേഷൻ കാരണം. ഇതൊക്കെ കാരണം അവർ ഐസൊലേറ്റഡ് ആവുമ്പം അവരിൽ എന്ത് സംഭവിക്കും, കുറേ സെവറൽ വേരിയേഷൻസ് ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്ത് വരും. അതായത് ഇപ്പം നമ്മൾ ഡാർവിൻ ഫിഞ്ചസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഡാർവിൻ ഫിഞ്ചസ് ആദ്യം ആ ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് വരുമ്പോൾ അത് ഒരു ടൈപ്പ് ഓഫ് ബേർഡ്സ് ആയിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, പല പല സ്ഥലങ്ങളിൽ ഐസൊലേറ്റഡ് ആയിപ്പോയി, പല പല ദ്വീപുകളിൽ ഐസൊലേറ്റഡ് ആയിപ്പോയി. അവരുടെ സെലക്ഷൻ, അവരുടെ സിറ്റുവേഷൻസ് വ്യത്യസ്തമായി മാറി. അങ്ങനെ വന്നപ്പോൾ ഓരോ ഐലൻഡിൽ ജീവിക്കുന്ന ജീവികളിലും കുറേ വേരിയേഷൻ ഇങ്ങനെ കൂടി വന്നു. അങ്ങനെ വേരിയേഷൻ കൂടി വന്നപ്പോൾ എന്താ സംഭവിച്ചത്, when the members of a species become unable to reproduce new offsprings mutually. അപ്പോൾ അങ്ങനെ വേരിയേഷൻസ് കൂടി വന്നപ്പം ഒരു പോയിന്റിൽ ആ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റാതെ വന്നു, ഈ ഒരു ടൈപ്പും മറ്റൊരു ടൈപ്പും തമ്മിൽ, വേരിയേഷൻസ് ഉള്ള ടൈപ്പുകൾ തമ്മിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വന്നു. ഒരു ടൈപ്പിലുള്ള ഇതിൽ മാത്രമാണ് റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അതിലുള്ള ജീവികൾക്ക്, അതിലുള്ള ബേർഡ്സിന് മറ്റേ ടൈപ്പിലുള്ള, ഇപ്പോൾ ഒരു ദ്വീപിലുള്ള ബേർഡിന് മറ്റേ ദ്വീപിലുള്ള ബേർഡുമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വന്നു. കാരണം അവരിൽ വേരിയേഷൻ കൂടുതലായി. അപ്പോൾ അങ്ങനെ വേരിയേഷൻ കൂടുതലായിട്ട് വന്നപ്പോൾ അവരെന്തായി, ഡിഫറെൻറ്റ് സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ചെയ്ത് വന്നു. അങ്ങനെയാണ് സ്പീഷിയേഷൻ നടക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കുറച്ച് ഭാഗങ്ങൾ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട്. അതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ എന്താണ്, കമ്പയർ LUCA അല്ലെങ്കിൽ ലൂക്ക ആൻഡ് MRCA. അത് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ. LUCA refers
to the single-celled organism that was the ancestor of all ലൈഫ് ഓൺ എർത്ത്. അപ്പോൾ LUCA എന്ന് പറയുന്നത് എന്തായിരുന്നു? ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. അത് എന്താണ്? ആ ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത് ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. അതിൽ നിന്നാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടായി വന്നത്. അതിനെയാണ് LUCA എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു എക്സ്പാൻഡഡ് ഫോമും കൂടി എഴുതാട്ടോ. അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒന്ന് എഴുതി ചേർത്തോളൂ. പിന്നെ ഇൻ കോൺട്രാസ്റ്റ് MRCA എന്താണ്? മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ ആണ്. അതും അതിൻ്റെ കൂടെ ഒന്ന് ചേർക്കണം. ഇനി ഈ ഷോർട്ട് ഫോമിൻ്റെ അതായത് ഫുൾ ഫോം മാത്രമായിട്ട് ചോദിക്കുക കേട്ടോ. ഷോർട്ട് ഫോം തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം എഴുതാനും ചോദിക്കുക. അപ്പോൾ അതൊന്ന് ടെക്സ്റ്റിൽ തന്നെ ഉള്ളത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിക്കൂ. ദെൻ അതെന്താ പറയുന്നത്? മോസ്റ്റ് റീസെൻറ്റ് ഇൻഡിവിജ്വൽ ഫ്രം വിച്ച് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഇസ് ഡയറക്ട്ലി ഡിസെൻഡഡ്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ആ ഒരു മാറ്റം വന്നത്, അല്ലെങ്കിൽ ആ രണ്ട് ജീവികൾ തമ്മിൽ ഏറ്റവും അടുത്ത് നിൽക്കണ ആൻസിസ്റ്റർ ആരാണോ അതാണ് MRCA എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, വിച്ച് ഇസ് ദ കാറ്റഗറി ഓഫ് ഓർഗാനിസം ദാറ്റ് ഈസ് നിയറസ്റ്റ് ടു ഫംഗൈ വൈ? അപ്പോൾ ഫംഗൈയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഓർഗാനിസം ഏതാണെന്നാണ്. അത് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഫംഗസ് എന്ന് പറയുന്നത് ഇവിടെയാണ് ആ ഒരു ഗ്രൂപ്പ് വരുന്നത്. സോ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അതിനോട് ഏറ്റവും അടുത്ത കോമൺ ആൻസിസ്റ്റർ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത MRCA ഉള്ളത് ആരാണ്? ഇവിടെയാണ് അല്ലേ. അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അനിമേലിയ, അതായത് അനിമൽസ് അതിൻ്റെ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പോൾ ഫംഗസിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം എന്ന് പറയുന്നത് അനിമൽസ് ആണ്. ഓക്കെ, സോ ആൻസർ നോക്കാം. The category of organisms that is nearest to fungi is animals because both share a common ancestor. അതാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നോക്കൂ, വാട്ട് ആർ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് വേരിയേഷൻസ് ഇൻ ഓർഗാനിസം? ഒരു ഓർഗാനിസത്തിൽ വേരിയേഷൻസ് ഉണ്ടാവാനുണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള പോയിന്റ് തന്നെയാണ്. ഇഫ് ദ മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ഗെറ്റ്സ് ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ഇക്കോളജിക്കൽ ഓർ അതർ ഫാക്ടേഴ്സ്, ഇക്കോളജിക്കൽ ഫാക്ടറോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ, അത് എന്തൊക്കെയാവാം? മ്യൂട്ടേഷനോ നാച്ചുറൽ സെലക്ഷനോ ജനറ്റിക് റീകോമ്പിനേഷനോ എന്തെങ്കിലും കാരണം കൊണ്ട് അവർ ഐസൊലേറ്റഡ് ആവുകയാണ്, മറ്റുള്ളവരിൽ നിന്ന് ഒരു കണക്ഷൻ ഇല്ലാതെ വരികയാണെങ്കിൽ അവിടെ ഓരോ സമയം പോകുന്തോറും കുറേ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഹൗ ഡു ദീസ് സർക്കംസ്റ്റൻസസ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് സ്പീഷീസ്? അപ്പോൾ ഈ സാഹചര്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് അവിടെ സ്പീഷീസ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ആ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് നോക്കാം. When the members of a species become unable to reproduce new offsprings mutually, they will evolve into new species. അപ്പോൾ പുതിയതായി ഉണ്ടായിരുന്ന ആ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ വേരിയേഷൻസ് വന്ന ഗ്രൂപ്പിന് മറ്റേ ഗ്രൂപ്പുമായിട്ട് ഒരു റീപ്രൊഡക്ഷൻ നടത്താൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവരെന്തായിട്ട് മാറും? പുതിയൊരു സ്പീഷീസായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ആൻസേഴ്സ് ക്ലിയർ അല്ലേ? നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ടോപ്പിക്ക് എവിഡൻസസ് ഓഫ് എവല്യൂഷനാണ്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഇതിനു മുമ്പുള്ള ഭാഗങ്ങളും ഫസ്റ്റ് ചാപ്റ്ററും ഒക്കെ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.